നമസ്കാരം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂര പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. തൃശൂർ പൂരാഘോഷം ഏപ്രിൽ 26 ഞായറാഴ്ച. SSC പ്രമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SSC പ്രമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പുന്നയൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതൃത്വം. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ഇയാൽ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂര പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിന് വിളംബരമായി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം തട്ടകമുണർത്തി. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു. ശേഷം പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമിപൂജ നടത്തി. പിന്നീട് പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ആല് മാവ് ഇലകളാൽ അണിയിച്ചൊരുക്കിയ കമുങ്ങിൻ കൊടിമരത്തിൽ കെട്ടി തട്ടകക്കാരും ക്ഷേത്ര ഭാരവാഹികളും പൂരപ്രേമികളും ചേർന്ന് ആർപ്പുവിളികളോടെ അത്യാഘോഷപൂർവ്വമാണ് കൊടിയേറ്റം നടത്തിയത്. ഇതോടെ ക്ഷേത്രത്തിൽ ആചാരവെടിയും മുഴങ്ങി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂരം വരവറിയിച്ച് നായ്ക്കനാലിലും നടുവിലാലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കും വലിയ പാണിക്കും ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷിയാക്കിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നത്. ആൽ മാവ് ഇലകളും ദർഭപുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച കൗങ്ങിൻ കൊടിമരത്തിൽ പൂജിച്ച സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടിമരം ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തി. ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിലേക്ക് ആറാട്ട് എഴുന്നള്ളത്ത് നടന്നു. കൊമ്പൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഡിവിഷൻ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. SSC പ്രമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SSC പ്രമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഭരണപക്ഷം ഇത് പ്രതിരോധിച്ചതോടെ ഇരു കൂട്ടരും തമ്മിൽ വലിയ രീതിയിൽ വാഗ്വാദമുണ്ടായി. പ്രതിഷേധം ശക്തമായതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. യുവതിയെ ഭീഷണിപ്പെടുത്തിയ CPIM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുക, രാജിവെക്കേണ്ടി വന്ന ദളിത് യുവതിയെ അടിയന്തരമായി ജോലിയിൽ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിപക്ഷത്തെ കോൺഗ്രസ് BJP അംഗങ്ങൾ ഉന്നയിച്ചത്. നഗരസഭാ അധ്യക്ഷ പീഠത്തിന് മുന്നിലെത്തിയ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം കടുപ്പിച്ചു. ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെടുകയും നഗരസഭാ കൌൺസിൽ ബഹളത്തിൽ മുങ്ങുകയുമായിരുന്നു. ഇതിനിടെ RMP അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. യോഗത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. പുന്നയൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. 5 പതിറ്റാണ്ടായി പുന്നയൂർ പഞ്ചായത്ത് ഭരിച്ച UDF നേതൃത്വത്തിന് സാധിക്കാത്ത കാര്യങ്ങളാണ് കേവലം 5 വർഷം കൊണ്ട് LDF നടത്തിയത്. ഇതിൽ പ്രധാനമാണ് ആധുനിക വാതക ശ്മശാനം. യന്ത്ര സംവിധാനത്തിനുള്ള പ്രവർത്തനമാകുമ്പോൾ അതിന് തകരാറുകൾ സംഭവിക്കാം.
ഇത് മനസ്സിലാക്കാതെ ആക്ഷേപം ഉന്നയിക്കുന്നതിന് പിന്നിൽ തീർത്തും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്നും LDF നേതൃത്വം പറഞ്ഞു. 1 വർഷ ഗ്യാരണ്ടിയോടെയാണ് ശ്മശാനം പ്രവർത്തിക്കുന്നത്. 1 വർഷക്കാലയളവിനുള്ളിൽ ഏത് തരത്തിലുള്ള തകരാറുണ്ടായാലും കമ്പനി ശരിയാക്കി നൽകണം എന്നതാണ് കരാറിലെ വ്യവസ്ഥ. ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കമ്പനിക്കെതിരെ നടപടികൾ സ്വീകരിക്കാം. എന്നാൽ UDF ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാൻ LDF എന്തോ കൊള്ളരുതായ്മ കാണിച്ചു എന്ന നിലയിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. നിലവിൽ അധികാരമുള്ള UDF ശ്മശാനത്തിന്റെ തുടർപ്രവർത്തനം നടത്തുന്നില്ല. നിർമ്മാണത്തിനായി വലിച്ച താൽക്കാലിക വൈദ്യുതി ലൈൻ സ്ഥിരം ലൈനാക്കി മാറ്റാൻ 4 മാസമായിട്ടും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ക്യാമറയിലേക്ക് വൈഫൈ കണക്ഷൻ നൽകിയില്ല. കെട്ടിടത്തിന്റെ ചുമരിനു മുകളിൽ അലങ്കാരത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകൾക്കിടയിലൂടെ പക്ഷികൾ കാഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതൊന്നും പരിഹരിച്ചിട്ടില്ല. നിലവിലെ ഇത് റൂഫാവുമ്പോൾ അവിടെ ആ റൂഫിനോട് ചേർന്ന് ചുമര് പൊട്ടിച്ചാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വേണം? ഒരു ഗ്രില്ല് കൊടുക്കണം. ഒരു ഗ്രില്ല് കൊടുത്തപ്പോഴാണ് അതിന് വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് വലിയേക്ക് പക്ഷി വരുന്നു നമുക്ക് മനസ്സിലാവണം. സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു നെറ്റ്, ഈ കൊതുവലയൊക്കെ വരുന്നത് പോലുള്ള ഒരു നെറ്റ് അടിച്ചു കൊടുത്താൽ ആ പ്രശ്നം തീരും. ഇതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട പണികളാണ്. ആ എസ്റ്റിമേറ്റിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട്? നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ മുൻകൂട്ടി നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട്, പ്രതീക്ഷിക്കേണ്ടതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പക്ഷേ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് കാണുന്നില്ല. പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാമല്ലോ. ഈ എസ്റ്റിമേറ്റിൽ പണം ബാക്കിയുണ്ട്, അത് ഉപയോഗിച്ച് ചെറിയ മാറ്റം, ഇത് റിവേഴ്സൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വർക്ക് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അതിലിത് മാറ്റി കൊടുക്കാവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷെ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ കാര്യം. ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശം ഉണ്ടെന്നാണ് പറഞ്ഞത്. LDF ഭരണസമിതി നടപ്പാക്കിയ പദ്ധതിയായതിനാൽ അതിനെ തകർത്ത് നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി രാഷ്ട്രീയമായി വിഷയത്തെ ഉപയോഗപ്പെടുത്തുന്നത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ, CPIM പുന്നയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA വഹാബ്, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ, AK വിജയൻ, ഷമീം അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അടുപ്പുകളുടെ വെഞ്ചിരിപ്പും അടുപ്പ് തെളിയിക്കലും നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, ജോസൺ KA, ജോസഫ് ലിയോ OT, ബാബു KJ, കറിവെപ്പ് കമ്മിറ്റി കൺവീനർ തറയിൽ ലാസർ ജെയിംസ്, അംഗങ്ങളായ കുറ്റിക്കാട്ട് അന്തോണി സേവ്യർ, AV ജോളി, NL സാബു, ഷാജു പുത്തൂർ, VL താഞ്ചപ്പൻ, CV ആന്റോ, CJ റാഫി എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂബിലി വർഷമായതിനാൽ ഇത്തവണ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥത തേടി ജാതി മത ഭേദമന്യേ 10,000-കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും പാവർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 150-ാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ജൂബിലി തിരുനാൾ ഭക്തിസാന്ദ്രമായ ശുശ്രൂഷകളാലും വർണ്ണാഭമായ ചടങ്ങുകളാലും ശ്രദ്ധേയമാകും. നേർച്ചയൂട്ടും മറ്റ് ചടങ്ങുകളും നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അറിയിച്ചു. ഗ്രാമകം നാടകോത്സവം 2ാം ദിനത്തിൽ നാടക പ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടത്തി. ഗ്രാമകം നാടകോത്സവ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പ്രബലൻ വേലൂർ അധ്യക്ഷനായി. പ്രശസ്ത കവി ശോഭിൻ മഴവീട് വിജേഷ് പാട്ടോർമകൾ, വർത്തമാനങ്ങൾ, നാടകസ്മരണകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. റിസപ്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ അനിൽ നമ്പീശൻ സ്വാഗതവും സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ ജോൽന വിജിൽ നന്ദിയും പറഞ്ഞു. നാടകം ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഒരു ചെറിയ ഭൂമിയുണ്ട്, ഈ ചെറിയ ഭൂമിന്റെ ഇത്തിരിക്കോളം വട്ടത്തിൽ വേഷം കെട്ടി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ഇയാൽ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലെ എയ്യാൽ ചെമ്മന്തിട്ട് ഇറക്കത്തിൽ 3 കാറുകളും 1 ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിയായ വരുണിനാണ് പരിക്കേറ്റത്.
തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ഇടിച്ചതോടെയാണ് അപകട പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട രണ്ടാമത്തെ കാർ സമീപത്തെ മതിലിൽ ഇടിച്ചു. ഇതിനിടെ അപകടമുണ്ടാക്കിയ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന മൂന്നാമതൊരു കാറിലും കൂടി ശക്തമായി ഇടിക്കുകയായിരുന്നു. ഈ സമയത്താണ് കാറുകൾക്ക് പുറകിലായി വരുൺ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട കാറിന്റെ പിൻഭാഗത്തിടിച്ചത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ കാനയിലേക്ക് മറിയുകയും വരുൺ റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. റോഡിൽ വീണ് പരിക്കേറ്റ വരുണിനെ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഉൾപ്പെട്ട കാറുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മറ്റ് 2 കാറുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുന്നോടിപ്പറമ്പിൽ 48 വയസ്സുള്ള രാജനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ വീട്ടുപറമ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ രാജനെ ഉടൻ തന്നെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അനീഷ ഭാര്യയും അഭയരാജ്, അനുരാജ്, ആദിരാജ് എന്നിവർ മക്കളുമാണ്. വാർത്തയിലേക്ക്. അബുദാബി മലയാളം സമാജം പ്രസിഡന്റും ഫ്രണ്ട്സ് MDMSന്റെയും കുന്നംകുളം NRI ഫോറത്തിന്റെയും രക്ഷാധികാരിയുമായ സലിം ചിറക്കലും കുടുംബവും ചിറമനേങ്ങാട്ട് കനിവ വീട്ടിൽ സന്ദർശനം നടത്തി. തന്റെ ജീവിതത്തിലെ പൊതുപ്രവർത്തന പാതയ്ക്ക് ഏറെ വഴികാട്ടിയത് തന്റെ പ്രിയപ്പെട്ട മാതാവാണെന്നും മാതാവ് നബീസയുടെ സ്മരണാർത്ഥമാണ് കനിവിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കനിവ് ചെയർപേഴ്സൺ S. ജമീല അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ, സലിം ചിറക്കലിന്റെ സഹോദരൻ TM ഷാജി, കനിവ് ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുറഹ്മാൻ, സെക്രട്ടറി KT അബ്ദു, കമ്മിറ്റി അംഗം സ്മിത മുരളി, K. ഫൈസൽ, ഭാഗ്യശ്രീ, ബാപ്പുനു V. മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. സലിമിന്റെ മാതാവിന്റെ സ്മരണാർത്ഥം കനിവിലെ അന്തേവാസികൾക്കൊപ്പം സലിം ചിറക്കൽ ആലപിച്ച ഗാനവും വൈറലായി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പ്രസിദ്ധമായ പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ തിരുനാളിന് കൊടിയേറി. പുലർച്ചെ 5:30 വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കുരിശുപള്ളിയിൽ നടന്ന ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പുലർച്ചെ കുരിശുപള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, ഡീക്കൻ ജോബി എന്നിവർ സഹകാർമ്മികരായി. നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ യൗസേപിതാവിന്റെ സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടിമരത്തിന്റെ തിരുനാൾ പതാക ഉയർന്നത്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള പാവർട്ടി തിരുനാൾ ജാതിമത ഭേദമന്യേ നാനാതുറകളിലുള്ള ജനങ്ങൾ ഒത്തുചേരുന്ന സ്നേഹസംഗമം കൂടിയാണ്. കൊടിയേറ്റത്തോടെ പാവർട്ടിയും പരിസര പ്രദേശങ്ങളും ഇനി തിരുനാളിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളും പ്രദക്ഷിണങ്ങളും തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. പെരുന്നാളിനോടനുബന്ധിച്ച തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് പള്ളി കമ്മിറ്റിയും പ്രാദേശിക ഭരണകൂടവും ഒരുക്കിയിട്ടുള്ളത്. കൈക്കാരന്മാരായ ജോസഫ് ലിയോ, ജെയ്സൺ വടക്കൂട്ട്, KA ജോസൺ, KJ ബാബു എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. ഏപ്രിൽ 24, 25, 26, 27 തീയതികളിലായാണ് പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയസ് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തി. ഞായറാഴ്ച വൈകിട്ട് കോട്ടോൾ ചെറുവത്തൂർ ജോയ് അപ്പുട്ടിയുടെ ഭവനത്തിൽ നടന്ന വാർഷികാഘോഷം ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി CU ശലമോൻ, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു നോബി എന്നിവർ സംസാരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സംഗീതം, ആരാധനാഗീതം, കഥാപ്രസംഗം, ബൈബിൾ ക്വിസ് എന്നിവ നടന്നു. പരിപാടികളിൽ പങ്കെടുത്തവർക്കും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കും സമ്മാന വിതരണവും ഉണ്ടായി. 2026-27 വർഷത്തിലേക്ക് പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ജോസ് വറുതു, സെക്രട്ടറി മണി ജോയ്, ജോയിന്റ് സെക്രട്ടറി ജെസി വിൽസൺ, ട്രഷറർ സണ്ണി ചെറിയാൻ തുടങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.
ചാലിശ്ശേരി ഗൾസ്മൻ പ്രയർ ഫെലോഷിപ്പിന്റെ ഹാളിൽ വിശ്വവാണി മിഷണറി മീറ്റ് 2026 സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് വിശ്വവാണി മ്യൂസിക് ടീം നടത്തിയ സംഗീത ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്വവാണി സ്റ്റേറ്റ് കോർഡിനേറ്റർ ബിജു വർഗീസ് വചന സന്ദേശം നൽകി. വിനോദ് പാൽ, രാംപാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കോർഡിനേറ്റർ റിജി പാപ്പച്ചൻ, ജില്ലാ ടീം ലീഡർ ഗോഡ്സൺ കളത്തിൽ, സെക്രട്ടറി PC ജേക്കബ്, തൃശൂർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡെന്നി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. കൺവീനർമാരായ വിജി വർഗീസ്, CV ഷാബു, മാത്യൂസ് ജോബ് എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ഫാത്തിമ ഗ്രൂപ്പ് EP മുസഹാജിയുടെ സഹോദരപുത്രനും തിരുവത്ര EP അബ്ദുൾ ഹാജി അനായുടെ മകനുമായ 32 വയസ്സുള്ള അനസാണ് മരിച്ചത്. ഖബറടക്കം അബുദാബി ബനിയാസ് ഖബർസ്ഥാനിൽ നടത്തി. സുനൈന ഭാര്യയാണ്. അനീഷ, അലാൻ, അഷർ എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 അധ്യയന വർഷത്തിലെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ശ്രീധരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ മാസ്റ്ററെ പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാടയണിയിച്ച് ആദരിച്ച് മൊമെന്റോ നൽകി. ജോൺസൺ മാസ്റ്റർ, വത്സല തുടങ്ങിയവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും നടത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് ITCയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. 2004-2006 വർഷത്തെ ഇലക്ട്രീഷ്യൻ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ആർത്താറ്റ് ITCയിൽ ഒത്തുകൂടിയത്. ബാച്ചിന്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സെന്റ് മേരീസ് ITC സെക്രട്ടറി CC ഷാജി ഉദ്ഘാടനം ചെയ്തു. ഭവീഷ് ബാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ സുപ്രിയ ഉണ്ണികൃഷ്ണൻ, ടിൻഡു ജോണി എന്നിവരെ ആദരിച്ചു. അകാലത്തിൽ മരണത്തിന് കീഴടങ്ങിയ സഹപാഠി രാജേഷ് ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ അനുസ്മരിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കൈസ്ഥാനി CI റിജി, പൂർവ്വ വിദ്യാർത്ഥി കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ അരുൺ C തമ്പി, KS രഞ്ജിത്ത്, സാജൻ ആന്റണി, ശ്രീജിത്ത്, സുബീഷ് എന്നിവർ സംസാരിച്ചു. 2004-2006 ബാച്ചിന്റെ ആദ്യ കൂടിച്ചേരലായിരുന്നു നടന്നത്. പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പഴഞ്ഞി അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗീവർഗീസ് മാർ പിലക്സിനോസ് മെത്രാപ്പോലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് ചാക്കോ, സെക്രട്ടറി VK ജോൺ, കൈക്കാരൻ MV ഷാജി തുടങ്ങിയവർ അടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1984-85 SSLC 10C ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 41 വർഷത്തിന് ശേഷം അതേ ക്ലാസ്സിൽ ഒത്തുചേർന്ന ഓർമ്മകൾ പങ്കുവച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസംഗമത്തിൽ പൂർവ്വ അധ്യാപകരായിരുന്ന ജോർജ്, തബിത, നാൻസി, സരോജിനി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും പഴഞ്ഞി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിച്ച അധ്യാപിക മിനി അധ്യക്ഷത വഹിച്ചു. ഖാദർ, ബാബു, സലാം, ഫത്താഹുദ്ദീൻ, ചന്ദ്രിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് ആവശ്യമായ ഫുട്ബോളുകളും നൽകി. കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചെറുവത്താനി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. തന്ത്രിമഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കുറുവല്ലൂർ ഹരി നമ്പൂതിരി യജ്ഞാചാര്യനും കാളക്കാട്ട് സാവിത്രി അന്തർജനം സഹ ആചാര്യയുമാണ്. യജ്ഞവേദി പൂജകൾക്ക് ശ്രീരാം സ്വാമി കാർമ്മികനാകും. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ഭഗവത് പാരായണം, പ്രഭാഷണം, തത്വവിചാരം എന്നിവയുണ്ടാകും. യജ്ഞവേദിയിൽ വെള്ളിയാഴ്ച വിദ്യാഗോപാല മന്ത്രാർച്ചന, ശനിയാഴ്ച സർവ്വ ഐശ്വര്യ പൂജയും നടക്കും. ഞായറാഴ്ച പ്രസാദ ഊട്ടോടെ സപ്താഹം സമാപിക്കും. മന്ദലാംകുന്ന് എടയൂർ സമീക്ഷ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദിയ ഫാത്തിമ മുജീബിനെ ആദരിച്ചു. 98.4% മാർക്ക് നേടി നാടിന് അഭിമാനമായ ദിയ ഫാത്തിമയെ വീട്ടിൽ എത്തിയാണ് സമീക്ഷാ പ്രവർത്തകർ ആദരിച്ചത്. രക്ഷാധികാരി TK ഉസ്മാൻ മൊമെന്റോ സമ്മാനിച്ചു. സമിതി പ്രസിഡന്റ് ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. സമീക്ഷ GCC അംഗം ഷാഫി കടവിൽ, സമിതി മെമ്പർമാരായ ബിലാൽ, റിൻഷാദ്, അസ്ലം, മെഹ്ഫാസ്, റിഷാൻ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ സമീക്ഷ GCC മെമ്പർ മുജീബിന്റെയും രേഷ്മയുടെയും മകളാണ്.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം കാട്ടകാമ്പാൽ കുന്നത്തുകടവ് അതിയാരത്ത് പരേതനായ അയ്യന്റെ മകൻ സദാനന്ദൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടത്തി. റീജയാണ് ഭാര്യ. പരേതനായ മിഥുൻ, അഷിത എന്നിവർ മക്കളാണ്. പോർക്കുളം കാരുകുളം കൂർക്കപ്പറമ്പിൽ പരേതനായ മാധവൻ ഭാര്യ ജാനു നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വസന്തകുമാരി, ഹരിദാസൻ, അശോകൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂര പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാർമേക്കാവിലും കൊടിയേറ്റം നടന്നത്. തൃശൂർ പൂരാഘോഷം ഏപ്രിൽ 26 ഞായറാഴ്ച. SSC പ്രമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭ കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SSC പ്രമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പുന്നയൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതൃത്വം. പാവർട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ഇയാൾ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.